ടീച്ചറെ ബില്ലിൽ GST എന്ന് പറഞ്ഞാൽ എന്താണ്? GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി. ഇത് PSC പരീക്ഷകൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കണക്റ്റഡ് ഫാക്ട്സ് ഒന്ന് പഠിച്ചാലോ? GST എന്ന് പറഞ്ഞാൽ എന്താണ്? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി ഇന്ത്യയിൽ നടത്തിയൊരു നികുതി പരിഷ്കാരം കൂടിയാണ് GST. ഇനി മനസ്സിലാക്കേണ്ടത് GST എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യം നടപ്പാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഇനി GST ലോക്സഭ പാസ്സാക്കിയത് GST ബിൽ ലോക്സഭ പാസ്സാക്കിയ വർഷം നമ്മൾ ഓർത്തിരിക്കുക 2016 ഓഗസ്റ്റ് 8-നാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതി GST ബില്ലിൽ ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. ഇനി GST ബിൽ നിലവിൽ വന്നതാകട്ടെ 2017 GST ബില്ലല്ല GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്ത പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും. ഇനി GST ഇന്ത്യ നടപ്പിലാക്കിയ GST എന്ന് പറഞ്ഞാൽ ഡ്യുവൽ GST ആണ്, അതല്ലെങ്കിൽ ഇരട്ട GST എന്നറിയപ്പെടുന്നു. അതായത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ച് നികുതി ചുമത്തുന്നതാണ് ഡ്യുവൽ GST അല്ലെങ്കിൽ ഇരട്ട GST എന്നറിയപ്പെടുന്നു. ഇനി അടുത്ത ഫാക്ട് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ആസാമാണ്. ഇനി മറ്റൊരു ഫാക്ട് നോക്കാം. GST എന്ന് പറയുന്നത് അത് ഏത് ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. ഇനി GST കൗൺസിൽ എന്നൊരു വസ്തുത കൂടിയുണ്ട്. GST കൗൺസിൽ എന്ന് നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12-നാണ്. GST കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിലിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. ഇനി GST കൗൺസിലെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് വെച്ചാൽ 279A ആണ്. ഇത്തരം കാര്യങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് സെറ്റായി വിശ്വസിക്കുന്നു.